ട്രേഡിങ്ങിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു 5 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, ഒന്നാമത്തെ വെച്ചെങ്കിൽ ഇതൊരു ഈസി ഗെയിമായിട്ട് കാണരുത്. അതായത് ട്രേഡിംഗ് എന്ന് വെച്ചാൽ പെട്ടെന്ന് പോയി ഒരു ദിവസം രാവിലെ ഇറങ്ങി നമുക്ക് ഒരു 2 ചാർട്ടിൻ്റെ ലെവലും പഠിച്ചിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പോകരുത്. അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ചിട്ട് ഓപ്ഷൻ ട്രേഡിങ്ങിൽ നന്നായിട്ട് പഠിക്കണം. അതായത് ഈസി ഗെയിമായിട്ട് കാണരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കടം വാങ്ങിച്ച് ചെയ്യരുത്. മറ്റൊരാളുടെ പൈസ നമുക്ക് കടം വാങ്ങിച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമോഷണലി പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ ടെൻഷനും കൂടി ഉണ്ടാകുമ്പോൾ ട്രേഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ലോസ് വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചെങ്കിൽ ട്രേഡിങ് നമ്മളെ പൈസ മറ്റൊരാളെ കയ്യിൽ കൊടുത്തിട്ട് അവർ ട്രേഡ് ചെയ്തോളും എന്ന് കരുതിയിട്ട് നിൽക്കരുത്. കാരണം മറ്റൊരാളെ കയ്യിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് ട്രേഡ് ചെയ്യിക്കാമെന്ന് കരുതരുത്. കാരണം പൊതുവേ ആൾക്കാർ നമ്മൾ പരിചയപ്പെടുന്നത് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ടെലിഗ്രാം ചാനലിലും അങ്ങനെ എന്തെങ്കിലും അവർ പരിചയപ്പെടുന്ന ആൾക്കാരായിരിക്കും. അവർ നമുക്ക് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുന്നറിയില്ല. അല്ല, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നന്നായിട്ട് അറിയുന്ന ആളാണ്, അയാൾ നന്നായി ട്രേഡ് ചെയ്യുന്നതിന് 100% ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ കൊടുക്കാം. അല്ലാതെ കണ്ട് നിങ്ങൾക്കൊരു അത്ര വിശ്വാസ്യത ഇല്ലാത്തടത്തേക്ക് നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരിക്കലും അവർ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കി തരുന്നത് വിചാരിക്കരുത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈക്കോളജിക്കലായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. അത് നമ്മളൊരു ഓവർ ട്രേഡ് ചെയ്യുക, റിവെഞ്ച് ട്രേഡ് ചെയ്യുക, അതൊക്കെയാണ്. അതായത് നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് കുറച്ച് ട്രേഡുകൾ അധികം കൊടുക്കുക, അത് ലോസിലേക്ക് പോകും. അതായത് നമ്മൾ സ്ട്രാറ്റജിക്ക് വിരുദ്ധമായിട്ടൊക്കെ ട്രേഡ് ചെയ്യും. പിന്നെ റിവെഞ്ച് ട്രേഡ്, അതായത് ചിലപ്പോൾ നഷ്ടം വരുന്ന സമയത്ത് അത് നികത്താൻ വേണ്ടിയിട്ട് കൂടുതൽ ട്രേഡ് എടുക്കും, അത് വീണ്ടും കൂടുതൽ നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയിൽ നിന്നുകൊണ്ട് മാത്രം ട്രേഡ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ട്രേഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ.